കഴിഞ്ഞ സർക്കാർ എന്താണ് ചെയ്തത്? പോകുന്നതിന് തൊട്ട് മുമ്പ് 2500 കോടി രൂപയുടെ പദ്ധതിയും തീരുമാനിച്ച്, ആ പദ്ധതിയിലെ കരാറുകാരനും തീരുമാനിച്ച് അവൻ്റെ നിന്ന് പൈസ മേടിച്ചിട്ടാണ് അവന്മാർ പോയത്. പക്ഷെ ഫലത്തിൽ ഇയാളുടെ ഈ പണി കാണുമ്പം എവിടെയെങ്കിലും പോയി തൂങ്ങിച്ചെത്തൂടെ കിളവ എന്ന് ചോദിച്ചാൽ എങ്ങനെയെന്ന് നമുക്ക് തോന്നും. യാതൊരു വകതിരിവുമില്ലാതെ വയനാട്ടിലെ ലോലമായിട്ടുള്ള പരിസ്ഥിതി സന്തുലിതാവസ്ഥ തെല്ലും പരിഗണിക്കാതെ അവിടെ നടത്തിയിട്ടുള്ള വൃത്തികെട്ട വികസന പ്രവർത്തനം, വൃത്തികെട്ട ടൂറിസം പ്രവർത്തനം, വൃത്തികെട്ട പാറഖനനം. നമസ്കാരം. 1.5 വർഷം മുൻപ് വയനാട്ടിൽ നടന്ന ആ പ്രകൃതി ദുരന്തത്തിൽ 100ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു, നിരവധി പേർക്ക് കിടപ്പാടം നഷ്ടപ്പെട്ടു. വല്ലാത്തൊരവസ്ഥയിലായി വയനാട്ടിലെ ജനങ്ങൾ. അതിനുശേഷം അവർ അനുഭവിച്ചതൊക്കെ, അഭയാർത്ഥി ക്യാമ്പിലും മറ്റും അനുഭവിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ എല്ലാം നഷ്ടപ്പെട്ട് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിഞ്ഞ, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിഞ്ഞ ജനങ്ങളുടെ മുന്നിൽ വന്നത് ആ സ്കൂളിൻ്റെ, അവർ താമസിക്കുന്ന സ്കൂളിൻ്റെ വാതിൽക്കൽ ഗേറ്റിനടിയിൽ വന്ന് നിന്നിട്ടാണ് അവരെ അതിനടുത്തേക്ക്, മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക്, അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. ഒരു റബ്ബർ ഷൂ ഒക്കെ വലിച്ചു കയറ്റിയാണെന്ന് പിണറായി വിജയൻ വന്നത്. ഇന്ന് പ്രതിപക്ഷ നേതാവാണ് പിണറായി വിജയൻ. ഇന്ന് അദ്ദേഹം ഈ ദുരന്തത്തെക്കുറിച്ച് പറയുന്നത് ഞാനൊന്ന് വായിക്കാം. ആദ്യം, കള്ളാടി തുരങ്കപാത നിർമ്മാണ മേഖലയിൽ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടെന്ന് 2 ആഴ്ച മുൻപ് മനസ്സിലാക്കിയിട്ടും സർക്കാർ നടപടി സ്വീകരിക്കാത്തത് ഗുരുതര വീഴ്ചയും കുറ്റകരമായ അനാസ്ഥയുമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ശക്തമായ മഴയുണ്ടായിട്ടും അതനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങൾ ഉണ്ടായില്ല. അപകടശേഷം വകുപ്പുകളും മന്ത്രിമാരും തമ്മിൽ ഏകോപനമില്ലെന്നും അപകട മേഖല സന്ദർശിച്ച പിണറായി ആരോപിച്ചു. മണ്ണ് വലിയ തോതിൽ വെട്ടിയെടുത്തതും ആവശ്യമായ മുൻകരുതലുകൾ ഇല്ലാതെ കൂട്ടിവെച്ചതുമാണ് കള്ളാടിയിൽ അപകടമുണ്ടായത്. ഈ വീഴ്ച മറയ്ക്കാൻ തുരങ്കപാതയ്ക്ക് ലഭിച്ച പാരിസ്ഥിതികാനുമതി വിവാദത്തിലാക്കാനുള്ള ശ്രമം ബോധപൂർവം നടത്തുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് പിണറായി വിജയൻ പറയുന്നത്. അതായത് 1.5 മാസം മുൻപ് അധികാരത്തിൽ വന്ന സർക്കാരിൻ്റെ തലയിലെല്ലാം കെട്ടിവെച്ച് കൈകഴുകാനുള്ള ഒരു ശ്രമമാണ് പിണറായി വിജയൻ നടത്തുന്നത്. 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അതിൽ പിണറായി വിജയൻ്റെ വിഷയം ഞാൻ പറഞ്ഞതിൻ്റെ 2ാം ഭാഗത്തേക്ക് നമുക്ക് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യാം. നമ്മളതിനു മുമ്പ് ആദ്യമായി ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയവും വളരെ ഗൗരവതരവും വളരെ ഗുരുതരവുമായിട്ടുള്ള ഒന്നാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത്, ഈ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള വളരെ ലോലമായിട്ടുള്ള പരിസ്ഥിതി സന്തുലനത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് പരിസ്ഥിതിയുടെ സാഹചര്യം എന്താണെന്ന് പരിശോധിക്കാതെ വകതിരിവില്ലാതെ വികസന പ്രവർത്തനം നടത്തുന്നതിൻ്റെ ദുരിതം പതിറ്റാണ്ടുകളായി കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിപ്പം വയനാട് എന്നുള്ള നിലയിലല്ല, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നമുക്കറിയാം. കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി വിവേചനരഹിതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഭാഗമായി നടക്കുന്ന ടൂറിസം വികസനം, അതിൻ്റെ ഭാഗമായി നടക്കുന്ന അനധികൃത ക്വാറി നിർമ്മാണം, ക്വാറി ഖനനം, ഇതുപോലെയൊക്കെയുള്ള പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായി കേരളത്തിൽ അതിഭീകരമായിട്ടുള്ള പരിസ്ഥിതി അസന്തുലിതാവസ്ഥ നിലനിൽക്കുകയാണ് എന്നുള്ള വിഷയം നമ്മൾ ചർച്ചയിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ആ പരിസ്ഥിതിയുടെ തകർച്ച പരിഗണിക്കാതെ വികസനത്തിൻ്റെ പേരിൽ നമ്മൾ നടത്തുന്ന, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, ഈ പേക്കൂത്തുകളുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇപ്പം വയനാട് നടന്നിരിക്കുന്ന ഈ സംഭവം. നമുക്കറിയാം, കഴിഞ്ഞ 1.5 വർഷങ്ങൾക്ക് മുമ്പ് ചൂരൽമലയിൽ നടന്നത്, മുണ്ടക്കൈ ചൂരൽമലയിൽ നടന്ന സംഭവം. ആ സംഭവം ഈ പറഞ്ഞതുപോലെ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ, യാതൊരു വകതിരിവുമില്ലാതെ വയനാട്ടിലെ ലോലമായിട്ടുള്ള പരിസ്ഥിതി സന്തുലിതാവസ്ഥ തെല്ലും പരിഗണിക്കാതെ അവിടെ നടത്തിയിട്ടുള്ള വൃത്തികെട്ട വികസന പ്രവർത്തനം, വൃത്തികെട്ട ടൂറിസം പ്രവർത്തനം, വൃത്തികെട്ട പാറഖനനം, ഇതിൻ്റെ എല്ലാം ഒരു പരിസമാപ്തി, ഒരു ഹ്രസ്വകാലാടിസ്ഥാനത്തിലുള്ള പരിസമാപ്തി എന്നുള്ള നിലയിൽ അവിടെ പരിസ്ഥിതിക്കുണ്ടായിട്ടുള്ള കോട്ടമാണ് ഈ ചൂരൽമല മുണ്ടക്കൈ ദുരിതത്തിന് പ്രധാനപ്പെട്ട കാരണം എന്ന് കേരളത്തിലെ പരിസ്ഥിതി സംഘടനകളെല്ലാം ഒറ്റക്കെട്ടായി പറഞ്ഞിട്ടും അത് മനസ്സിലാക്കി അവിടെ പിന്നീടുള്ള വികസന പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്താൻ
ഇവിടുത്തെ ഇടതുപക്ഷവും ഇവിടുത്തെ വലതുപക്ഷവും കൂടി ചേർന്ന് നടത്തിയിട്ടുള്ള ഏറ്റവും നീചവും നികൃഷ്ടവുമായിട്ടുള്ള നിലപാടുകളുടെ ഒരു 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 പരിസമാപ്തിയാണ് ഇപ്പോൾ കള്ളാടിയിൽ ഉണ്ടായിരിക്കുന്ന ഈ സംഭവം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, 1.5 വർഷം മുമ്പ് അവിടെ നടന്ന സംഭവം എന്താ? നമ്മൾ വയനാട്ടിലെ ടൂറിസം വികസനം നിർത്തുന്നത് പരിശോധിച്ച് നോക്കി. എന്തെങ്കിലും നിയന്ത്രണമുള്ള ടൂറിസം വികസനമാണോ അവിടെ നടന്നിട്ടുള്ളത്? എന്തെങ്കിലും നിയന്ത്രണമുള്ള പാറഖനനമാണോ അവിടെ നടന്നിട്ടുള്ളത്? അതൊന്നും പരിഗണിക്കാതെ വളരെ ഈ പറഞ്ഞ പോലെ സ്ലോപ്പിൽ നിൽക്കുന്ന ഒരു സ്ഥലം ആലോചിച്ച് നോക്കണം. ആ സ്ലോപ്പിൽ നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഇത്രയേറെ ഈ പറഞ്ഞ പോലെ നിയന്ത്രണമില്ലാതെയുള്ള ഒരു പരിസ്ഥിതി വികസന പ്രവർത്തനം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ആ ദുരന്തം ഉണ്ടാവുകയും നൂറുകണക്കിന് ആളുകൾ. ഈ വികസന പ്രവർത്തനം എന്ന് പറയാൻ കഴിയുമോ അതിന്? അതായത് ഒന്നുകിൽ പേരെടുക്കാനുള്ള ഒരു വഴി, അതല്ലെങ്കിൽ പണം വെട്ടിക്കാനുള്ള ഒരു വഴി. അല്ല, ഞാൻ പറഞ്ഞത് വികസന പ്രവർത്തനത്തിൻ്റെ പേരിൽ നിക്ഷിപ്ത സ്വാർത്ഥ താല്പര്യക്കാർക്ക് വേണ്ടി നടക്കുന്ന ടൂറിസം വികസനം, നിക്ഷിപ്ത സ്വാർത്ഥ താല്പര്യക്കാർക്ക് വേണ്ടി നടക്കുന്ന പാറ ഖനനം, വികസനത്തിൻ്റെ പേരിൽ നടക്കുന്ന റോഡ് നിർമ്മാണം, മനസ്സിലായി, ഇതെല്ലാം കൂടെയാണ് അന്ന് അവിടുത്തെ പരിസ്ഥിതി തകർത്ത് അന്നത്തെ അപകടം ഉണ്ടാക്കിയത്. സ്വാഭാവികമായും എന്തെങ്കിലും തലയ്ക്ക് വെളിവുള്ള ഭരണാധികാരികളും പ്രതിപക്ഷവും ഒക്കെയാണ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഈ തുരങ്കപ്പാത അത്രയും പരിസ്ഥിതി അസന്തുലനം നിലനിൽക്കുന്ന സ്ഥലത്ത് അത് ചെയ്യില്ലായിരുന്നു. ഇപ്പോൾ തുരങ്കപ്പാത എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി അവിടുത്തെ ട്രാഫിക്കിൻ്റെ പ്രശ്നം, യാത്രക്കാരുടെ പ്രശ്നം, ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. അവിടുത്തെ ആ ചുരത്തിൽ കൂടെയുള്ള യാത്ര എന്നൊക്കെ പറഞ്ഞാൽ വലിയ വിഷയം തന്നെയാണ്, വലിയ പ്രശ്നം തന്നെയാണ്, ഈ ആരും സംശയമില്ല. പക്ഷേ അതിന് നിങ്ങൾ കൊണ്ടുവരുന്ന മറുമരുന്ന് എന്ന് പറയുന്ന ഈ തുരങ്കപ്പാത കൊണ്ടുണ്ടാകുന്ന അപകടം എന്താണെന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ എന്താ സംഭവിച്ചത്? മരിച്ചത് പാവപ്പെട്ട അന്യസംസ്ഥാന തൊഴിലാളിയാണ്. അന്യസംസ്ഥാന തൊഴിലാളികൾ പാവപ്പെട്ടവരൊരു മരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും വലിയ വിഷയം ആകാതെ നിൽക്കുന്നത്. അത് മലയാളികളായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? അപ്പോൾ ഇതിലൊക്കെ തന്നെ നമ്മൾ അടിസ്ഥാനപരമായൊരു ഇടതു വലത് കൂട്ടുകച്ചവടം ഇതിനകത്ത് നമ്മൾ കാണണം. കാരണം ആ കൂട്ടുകച്ചവടത്തിൻ്റെ ഭാഗമായിട്ടാണ് തുരങ്കപ്പാത വന്നപ്പോൾ തുരങ്കപ്പാതയെയും 2 കൈ ഉയർത്തി നിന്ന് UDF-ഉം സഹായിച്ചത്. ആ തുരങ്കപ്പാത നിർമ്മിക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ള പാരിസ്ഥിതികാഘാത പഠനം ഇതെല്ലാം തട്ടിപ്പായിരുന്നു എന്നുള്ളത് സംബന്ധിച്ചിട്ട് ഇപ്പം വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. ആ തട്ടിപ്പൊക്കെ വരുമ്പോഴും അതിനോട് മൗനമായി നിൽക്കുകയാണ് ഇവിടുത്തെ പ്രതിപക്ഷം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേരളത്തിലെ മുഖ്യമന്ത്രി ഇരുന്ന് പറയുന്നത് കേട്ടു. എന്താ പറയുന്നതെന്നറിയോ? സത്യമായി എനിക്ക് വളരെ പരമദയനീയം, ഇംഗ്ലീഷിൽ പത്തറ്റിക്കായിട്ട് തോന്നി. എന്താണെന്ന് വെച്ചാൽ ഒരു 5-6 ആളുകൾ മരിച്ചു, 2-3 ആളുകളെ ഇപ്പോഴും കണ്ടുപിടിക്കാനുണ്ട്. അപ്പം ഈ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനത്തിൽ ഇരുന്നുകൊണ്ട് സ്റ്റഡി ക്ലാസ് എടുക്കുകയാണ്. അയാൾ പറയുകയാണ് കേരളത്തിലെ മണ്ണ് ആലോചിച്ച് നോക്കണം. 6 പേര് മരിച്ച് 3 പേരെ കിട്ടാനുണ്ട്. അത് കേരളത്തിലെ മണ്ണെന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് തരത്തിലുള്ള മണ്ണുണ്ട്. ഇവിടെയുള്ള മണ്ണല്ല അപ്പുറത്തെ മണ്ണ്, അപ്പുറത്തെ മണ്ണല്ല അപ്പുറത്തെ മണ്ണ്. അപ്പോൾ അത് ഭയങ്കര ഈ പറഞ്ഞ പോലെ ശക്തിയായിട്ടുള്ളൊരു മണ്ണായിരിക്കില്ല, ഇളകിക്കിടക്കുന്ന. സ്വാഭാവികമായി അവിടെ വികസന പ്രവർത്തനം നടത്തുമ്പോൾ പ്രശ്നം വരും. ഞാനിതൊക്കെ പറഞ്ഞപ്പോൾ എന്നെ മണ്ണ് വിദഗ്ധൻ എന്നൊക്കെ പറഞ്ഞ് എന്നെ പരിഹസിക്കുക. ഇതാണോ ജനങ്ങൾക്ക് വേണ്ടത്? അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള വികസന പ്രവർത്തനം അവിടെ നടത്താൻ പാടില്ല. അവിടെ തുരങ്കപാത ഉണ്ടാക്കാൻ പാടില്ല. അതിന് ബദലായിട്ട് 3-4 ബദൽ സാധ്യതകൾ അന്ന് ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതിലേതെങ്കിലുമാണ് നടത്തേണ്ടത്. തുരങ്കപാത നടത്തിയാൽ ഇന്ന പ്രശ്നം വരും, അതുകൊണ്ട് അതിനെതിരെ നിലപാടെടുക്കില്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അപ്പം ഇതെല്ലാം ആളുകൾക്കുണ്ട്. ഈ പ്രതിപക്ഷം എന്ന് പറയുന്നവർക്കും ഇതൊക്കെ തന്നെ ഒരു വർത്താനം പറയാനുള്ള, കാരണം അവരുടെ വീട്ടിൽ നിന്ന് ആരും മരിക്കുന്നില്ലല്ലോ. അവരുടെ മക്കളും ഭാര്യയൊന്നും മരിക്കുന്നില്ല, അവരുടെ പാർട്ടിക്കാരും മരിക്കുന്നില്ല. ഇപ്പം തന്നെ മരിച്ചവരാരും അവരുടെ പാർട്ടിക്കാരോ ബന്ധുക്കളോ അല്ല, ഒന്നുമല്ല, മലയാളികളും അല്ല. അതെ, ആ പറഞ്ഞ കേട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊങ്കൺ റെയിൽവേയുടെ കരാർ ഏറ്റെടുത്തിരിക്കുന്ന ഒരു വലിയ പ്രോബ്ലമാണെന്ന് ഞാൻ മനസ്സിലാക്കി. നിശ്ചിത താല്പര്യം. കഴിഞ്ഞ സർക്കാർ എന്താണ് ചെയ്തത്? പോകുന്നതിന് തൊട്ട് മുമ്പ് 2500 കോടി രൂപയുടെ പദ്ധതിയും തീരുമാനിച്ച്, ആ പദ്ധതിയിലെ കരാറുകാരനും തീരുമാനിച്ച് അവൻ്റെ നിന്ന് പൈസ മേടിച്ചിട്ടാണ് അവന്മാർ പോയത്. 500 കോടി രൂപ വരെ മേടിച്ചിട്ടുണ്ടാവും എന്നുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട്. ആ പൈസയിൽ ഒരു പങ്ക് പ്രതിപക്ഷത്തിനും കിട്ടിയിട്ടില്ലെന്ന് ആർക്കാ പറയാൻ പറ്റുക? അല്ല, പ്രതിപക്ഷം അത് ഇപ്പോൾ ഭരണപക്ഷം മുമ്പത്തെ ഭരണപക്ഷം, അതായത് ഇപ്പോഴത്തെ പ്രതിപക്ഷം അന്ന് നടത്തിയിരുന്ന പല കൊള്ളരുതായ്മകളും കണ്ടില്ല എന്ന് നടിക്കുകയും അതിന് കുടപിടിക്കുകയും ചെയ്യുന്ന സർക്കാർ ഇപ്പൊ നമ്മൾ അങ്ങനെ സംശയിച്ചാൽ എന്താണ് തെറ്റ്? ഒരു കൂട്ടുകച്ചവടം. ഇപ്പൊ ഭരണം മാറി, മുഖ്യമന്ത്രി സ്ഥാനം മാറി, മന്ത്രിമാർ മാറി എന്നുള്ളതല്ലാതെ ഇവിടെ ജനങ്ങൾക്കും ഇവരുടെ മറ്റു കാര്യങ്ങൾക്കൊന്നും മാറ്റം. എന്നിട്ട് എന്താ ചെയ്യുന്നത്? എന്നിട്ട് അന്ന് അതിനെ എതിർത്തില്ല. അത് നടക്കട്ടെ എന്ന് പറഞ്ഞു അതിൻ്റെ ഉദ്ഘാടനത്തിനും പോയി പങ്കെടുത്തു. ഇപ്പം എന്താണ്? ഇപ്പം അന്ന് എന്താണോ ഭരണകൂടം പറഞ്ഞിരുന്നത് അതേ ന്യായം തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. മനസ്സിലായില്ലേ?
പറയുന്നത് എന്താണ്? മണ്ണ് കൂട്ടിയിട്ടു. ഇപ്പം ഞാൻ പറയും, ഇപ്പം പഴയ ഗവൺമെൻറ് പിന്നെ നിലപാടിലേക്ക് നമുക്ക് വരാം. പിണറായി കൊണ്ട് മടക്കി കുത്തിയതും മറ്റേ ഷൂ വലിയ കയറ്റിയൊക്കെ നമുക്ക് അതിനകത്തേക്ക് വരാം. അവിടെ നിൽക്കട്ടെ. എന്താ ഇപ്പം ഈ ഗവൺമെൻറ് പറയുന്നത്? ഈ ഗവൺമെൻറ് പറയുന്നത് കരാറുകാരൻ്റെ കുഴപ്പം. ഇവിടെ കരാറുകാരൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അന്തിമ ഉത്തരവാദി ഇവിടുത്തെ ഭരണകൂടമല്ലേ? അതെ, ഇവിടുത്തെ കളക്ടറല്ലേ? ഇവിടുത്തെ പൊതുമരാമത്ത് വകുപ്പ്. ജനങ്ങൾക്ക് ഇന്ന് കരാറുകാരൻ്റെ കുത്തിന് പിടിക്കാൻ പറ്റില്ലല്ലോ. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പറയുന്നെന്താ? ഈ മണ്ണ് മാറ്റണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നതാണ്, അവർ മാറ്റിയില്ല. ഇവിടെ മാറ്റിയില്ലെങ്കിൽ ഉത്തരവാദി ആരാണ്? ഭരണകൂടമല്ലേ? കളക്ടർ പറയുന്നു ഞാൻ മണ്ണ് മാറ്റണം എന്ന് ആവശ്യപ്പെട്ടു. മറ്റേ കളക്ടറെ ആ മിനിറ്റ് സസ്പെൻഡ് ചെയ്യണ്ടേ? ഇതേ കളക്ടർ തന്നെയാണ് ഇതിനു മുമ്പ് ചൂരൽമല ദുരന്തം ഇരുന്നപ്പോഴും അവിടെ ഉണ്ടായത്. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥർക്കൊരു ഒരു നടപടിയില്ല. മനസ്സിലായില്ലേ? എന്നിട്ട് വർത്തമാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇവരുടെ വീട്ടിലും ഇവരുടെ ബന്ധുക്കൾ ഇവരുടെ പാർട്ടിക്കാരും ആരും എല്ലാം മരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തുള്ള വളരെ ക്രാസായിട്ടുള്ള ഒരു ഇടത് വലത് കൂട്ടിക്കൊടുപ്പുണ്ട് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവർ രണ്ടുപേരും അടിയന്തരമായി പിന്നെ രാഷ്ട്രീയ കക്ഷികൾ മനസ്സിലാക്കേണ്ട കാര്യം, വലിയ ദുരന്തമാണ് ഉണ്ടാവാൻ പോകുന്നത്. ഈ തുരങ്കപാത നിർമ്മാണത്തിൻ്റെ ഭാഗമായി ആ തുരങ്കപാത നിർമ്മാണത്തോട് അവിടുത്തെ പരിസ്ഥിതി പ്രതികരിക്കാൻ പോകുന്നത് അതിഭീകരമായിട്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ ആരും തർക്കമില്ല. ഈ മണ്ണ് ഇട്ടതുകൊണ്ടെന്നുള്ള അതിൻ്റെ മുകളിൽ നിന്നാണ് മണ്ണ് ഇടിഞ്ഞ് വന്നത്. മനസ്സിലായി? അപ്പം അടിയന്തരമായിട്ട് ഇതിനകത്ത് ചെയ്യേണ്ട കാര്യം എന്താ? അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഈ വയനാട് തുരങ്കപാത നിർമ്മാണം അടിയന്തരമായി നിർത്തിവെക്കണം. ഇത് മനുഷ്യനിർമ്മിതമല്ല. ഇത് എൻ്റെ സുഹൃത്ത് പരിസ്ഥിതി പ്രവർത്തനമായിട്ടുള്ള ബാദുഷ പറഞ്ഞത് ഇതൊരു ഭരണകൂട നിർമ്മിതം എന്നാണ്. മനുഷ്യനിർമ്മിതം. ഭരണകൂടം. മനസ്സിലായില്ലേ? ഇതിന് ഭരണകൂടങ്ങൾ മാത്രമല്ല, കോടതികളും ഇതിന് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. ഈ തുരങ്കപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി പോയി, ഹൈക്കോടതി തള്ളി. സുപ്രീം കോടതി ചെന്നപ്പോൾ സുപ്രീം കോടതി ഇത് വികസനത്തിൻ്റെ ലൈഫ് ലൈൻ എന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞ് ഇതിന് അനുവാദം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വയനാട്ടിലെ പരിസ്ഥിതി തകർക്കാൻ വേണ്ടി ഇടതും വലതും നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടിക്കൊടുപ്പ് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത് അതിഭീകരമായിട്ടുള്ള ദുരന്തമായിരിക്കും എന്നുള്ളത് ഈ ഇടതും വലതും മനസ്സിലാക്കണം. അതാണ് ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് വിജയൻ എന്ന് പറഞ്ഞിട്ടൊരു നേതാവുണ്ട്. അയാൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഉളുപ്പില്ല ലജ്ജയില്ല എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം നമ്മൾ ആയിരക്കണക്കിന് തവണ നമുക്ക് നാണക്കെടുത്ത് കൂടും. മനസ്സിലായില്ല? അതുപോലത്തെ ഉളുപ്പും ലജ്ജയും ഇല്ലാത്ത, ജനങ്ങൾ ആദ്യാവസാനം തിരസ്കരിച്ച ഒരു രോഗാതുരനായിട്ടുള്ളൊരു വയോവൃദ്ധനാണ് ഇയാൾ. ഇയാൾക്ക് എന്തെങ്കിലും ഒരു ലജ്ജ ഇച്ചിരിയെങ്കിലും ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ അയാൾ ഈ പാണ്ഡ്യാല മുക്കിലുള്ള അയാളുടെ വീട്ടിലേക്ക്, തായ്ക്കണ്ടി വീട്ടിലേക്ക് അയാൾ പോയേനെ. കാരണം ജനം വെറുതെ അല്ലല്ലോ തിരസ്കരിച്ച്, ജനം അങ്ങ് വല്ലാതെ ഭീകരമായിട്ട് തിരസ്കരിക്കുക. അയാൾക്ക് ലജ്ജയില്ല, അയാൾക്ക് ഉളുപ്പില്ല എന്നിപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. അയാൾ എന്താ ഇപ്പോൾ പറയുന്നത്? അതിനകത്ത് എന്താ പറയുന്നത്? ഇത് ദുരന്തമുണ്ടാകും എന്ന് രണ്ടാഴ്ച അറിയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഇത് തന്നെയല്ലേ അയാൾ ഭരിച്ച കാലത്തുണ്ടായ ദുരന്തത്തിന് സംഭവിച്ചത്? അവിടെ ഹ്യൂമൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ, അവിടുത്തെ ഏതൊരു പഞ്ചായത്ത് പ്രസിഡന്റ്, അവിടുത്തെ കളക്ടർ, ഇവരെല്ലാവരും പിന്നെ മുൻകൂട്ടി നിർദ്ദേശം കൊടുത്തിരുന്നു ഇത് സംഭവിക്കാൻ പോകുന്നു പറഞ്ഞു. അത് പരിഗണിക്കാതിരുന്നുകൊണ്ടല്ലേ അന്ന് ആ ദുരന്തം ഉണ്ടാകും, ഇത്ര ആളുകൾ മരിക്കുന്നത്. മനസ്സിലായി? അതുപോലത്തെ തന്നെയുള്ള സംഭവമാണ് ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത്. അന്ന് അതിനെ ന്യായീകരിക്കുന്നു, ഇന്ന് അതിനെ തള്ളിപ്പറയുന്നു. അപ്പോൾ അയാൾക്ക് പറഞ്ഞ പോലെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ നമ്മൾ ഇത്രയും പ്രായമുള്ള മനുഷ്യനായിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പോയി തൂങ്ങിച്ചെത്തുമെന്ന് വേണം ചോദിക്കാമായിരുന്നു. അല്ല, ഇപ്പോഴും കയറെടുക്കാനുള്ള ആരോഗ്യം വേണ്ടേ, കുരുക്കിടാനുള്ള ആരോഗ്യം വേണ്ടേ? അല്ലെ, കയറെടുക്കാനുള്ള ആരോഗ്യം, കുരുക്കിടാനുള്ള അറിവും വേണ്ടേ? കുരുക്കിടാൻ അറിഞ്ഞിരിക്കണ്ടേ? അല്ല, ഞാൻ പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇയാൾക്ക് ഇത്രയും പ്രായവും ഇയാൾ കമ്മ്യൂണിസ്റ്റ് ആയിട്ടാണ് ഇയാൾ പോയി തൂങ്ങിച്ചെത്തുക എന്ന് എനിക്ക് ചോദിക്കാം. ഞാൻ കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ചിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കത് ചോദിക്കാൻ പറ്റാത്ത ഇത്രയും പ്രായമുള്ള ആളും ഈ രോഗമുള്ള ആളും എന്നൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ചോദിക്കാത്തത്. പക്ഷെ ഫലത്തിൽ ഇയാളുടെ ഈ പണി കാണുമ്പം എവിടെയെങ്കിലും പോയി തൂങ്ങിച്ചെത്തുക കിളവ എന്ന് ചോദിച്ചാൽ എങ്ങനെയെന്ന് നമുക്ക് തോന്നിയാൽ അത്ഭുതപ്പെടാൻ പറ്റില്ല. ഇപ്പോൾ സുമേഷ് അങ്ങനെ ചോദിച്ചാൽ സുമേഷ് എനിക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല, ഞാൻ ചോദിക്കുന്നില്ല എന്നേ ഉള്ളൂ. നമുക്കറിയാം, ഈ മേപ്പാടി ദുരന്തം ഉണ്ടപ്പോഴത്തേക്ക് അയാൾ അറച്ചറച്ചാണ് അവിടെ എന്തോ ഒരു കോട്ടൊക്കെ ഇട്ട് വലിച്ചു കയറ്റി മുറിയുടെയൊക്കെ 100 പേര് മരിച്ചെടുത്ത് അവിടെ ഒന്ന് നോക്കിയിട്ട് പോയ ഇയാള്. അല്ല, നോക്കിയിട്ടില്ല, നമ്മൾ എടുത്ത് പറയേണ്ടത്. കാരണം വെച്ചാൽ അന്ന് ഈ എല്ലാ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട്, കിടപ്പാടവും ഉടുതുണിയും നഷ്ടപ്പെട്ട് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് അവരുടെ മനുഷ്യരുടെ മാനസികാവസ്ഥ, നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 10 രൂപ
നമ്മളൊരാൾക്ക് കൊടുക്കുന്നത് പോലെയല്ല, നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് അതിൻ്റെ വേദന അറിയാം. എല്ലാം നഷ്ടപ്പെട്ടു പോയ മനുഷ്യർ അവിടെ ഇരിക്കുമ്പോൾ, ഹൃദയം നുറങ്ങിയിരിക്കുന്ന സമയത്ത് ഇയാളും പരിവാരങ്ങളും കൂടി വന്ന് ഗേറ്റിന് അവിടെ വന്നപ്പോൾ ഇവർ വന്നിട്ട് ഗേറ്റിനടുത്ത് വന്ന് ഇയാളെ മുഖം കാണിക്കേണ്ട അവസ്ഥയുണ്ടായി. ഇന്ന് അയാൾക്ക് ഒരു കുഴപ്പമില്ല. അല്ല, ഞാൻ ഒരു റീല് കണ്ടു. ആ റീലിൽ കാണിക്കുന്നത് എന്താണെന്നറിയോ? അവിടെ ചെന്ന് നിന്നിട്ട് മുണ്ട് മടക്കി കുത്തുന്നു. അയാളുടെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു 30-40 വർഷം മുമ്പ് വല്ല CPM-ന്റെ കണ്ണൂർ ജില്ലയിലെ നേതാവായിരുന്ന സമയത്ത് വല്ലതും ചിലപ്പോൾ മുണ്ട് മടക്കി കുത്തി ചൊറി പിടിച്ചിരിക്കുകയാണ്, ആള് കാണാതിരിക്കുകയാണ്. അത് കാലിൻ്റെയൊക്കെ അവസ്ഥ കുറച്ച് കണ്ടു കേട്ടോ ആളുകൾ. ഞാൻ അതിനകത്ത് കണ്ടു. കാരണം നമുക്ക് കണ്ടാൽ തന്നെ വിഷം വരും. കാരണം സ്വാഭാവികമാണ്, എനിക്കൊരു വിഷമം തോന്നുന്നില്ല. 19 അല്ല, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു എല്ലായ്മ തോന്നുന്നു നമുക്ക്. കാരണം 10-80 വയസ്സ് കഴിഞ്ഞൊരു മനുഷ്യന്മാരുടെ കാലുകൾ നമുക്കറിയാമല്ലോ എങ്ങനെ ഇരിക്കും. എന്നിട്ട് മുണ്ടും മടക്കി കുത്തി ഇയാൾ ഇറങ്ങുകയാണ്. മനസ്സിലായില്ലേ? എന്നിട്ട് ഈ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പം അദാനിയുടെ കാര്യത്തിൽ തന്നെ അത് എനിക്ക് തോന്നുന്നു മുണ്ട് കിടന്ന് മുത്തുന്ന കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ ആലോചിച്ചേ, അച്യുതാനന്ദൻ അനുകരിക്കുന്നതായിരിക്കും. കാരണം അച്യുതാനന്ദൻ മുണ്ട് മടക്കി കുത്തിയാണല്ലോ മറ്റേ അവിടെ ഈ ഭൂമി കയ്യേറ്റമൊക്കെ പിടിക്കാൻ പോയത്. അതെ, ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മളെ മരിച്ചവരെ കളിയാക്കാൻ പാടില്ല. ഞാൻ കളിയാക്കിയതല്ല, ഞാൻ കളിയാക്കിയതല്ല. ഞാൻ കാര്യമായിട്ടുള്ള പറഞ്ഞത് തമാശയായിട്ടാണെങ്കിലും ഇയാളിങ്ങനെ മുണ്ട് മടക്കി കുത്തുന്നത് അച്യുതാനന്ദൻ ചെയ്യുന്ന പോലാണെന്ന് പറയുമ്പം ഈ മരിച്ചവരെ അവഹേളിച്ചതിന് തുല്യമായി പോകുന്നത്. കാരണം അച്യുതാനന്ദൻ മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് എന്താ ചെയ്യുന്നത്? ഒന്നുകിൽ അച്യുതാനന്ദന്റെ ഒരു ഓർമ്മ വന്നത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നരസിംഹം സിനിമ കണ്ടുകൊണ്ടായിരിക്കും കാറിൽ അങ്ങോട്ട് പോയത്. എന്തായാലും ഇത് ആളുകളുടെ മുമ്പിൽ പരിഹാസം. ഇപ്പം അദാനിയുടെ കാര്യം തന്നെ നമ്മളെന്നെടുത്ത്, അദാനി ഈ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ആൾക്കാരായിരുന്നു. അദാനി ഭരണ പങ്കാളിയായിരുന്നു, പാർട്ട്ണർ, ഭരണത്തിൻ്റെ പാർട്ട്ണറാണ് അദാനി എന്നാണ് ഇയാളെ ഇരുത്തിക്കൊണ്ട് VN വാസവൻ പറഞ്ഞത്. ദ മൊമെൻ്റ് അധികാരത്തിൽ നിന്ന് പോകുന്നതോടുകൂടി കോർപ്പറേറ്റ് കുത്തക ഭീമൻ, മനസ്സിലായില്ലേ? ഇതേ അദാനിക്കല്ലേ ഇയാൾ തന്നെയല്ലേ തിരുവനന്തപുരം വിമാനത്താവളം പള്ളിത്തളിയിൽ വെച്ചിട്ട് കൊടുത്തത്? അന്നാണ്ട് ഒരാൾ മാത്രമേ ഉള്ളായിരുന്നു ടെൻഡറിൽ. അതെ അതെ, കൊടുക്കാൻ ഇയാൾക്ക് യാതൊരു ഉളുപ്പില്ല. അപ്പം അതുകൊണ്ട് ഇയാളിതൊക്കെ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഇയാൾക്കറിയാം ഇയാൾ പാർട്ടിയിൽ വലിയ തോതിൽ ഇയാൾക്കെതിരെ വിമർശനം ഉയർന്നു വന്നുകൊണ്ടിരിക്കുക. ആ വിമർശന ശരങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അയാൾ കാണിക്കുന്ന ചില വൃത്തികെട്ട പൊറാട്ട് നാടകങ്ങൾ അയാളിപ്പോൾ കാണിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇയാൾ കാണിക്കുന്നതല്ല, ഇയാളെ കൊണ്ട് ആ കോയിനം ചെയ്യിപ്പിക്കുന്നതാണെന്നാണ്. കോയിന്തനെ നിൽപ്പുണ്ടല്ലോ മുണ്ടും മടക്കി. ഗോവിന്ദനൊന്നും നമ്മൾ കണക്കൂട്ടണ്ട, അതായാലും ആരും മൈൻഡ് ചെയ്തില്ല. പക്ഷെ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് എങ്ങനെയെങ്കിലും ഈ അധികാര സ്ഥാനത്ത് കടിച്ചു തൂങ്ങണം. ആ കടിച്ചു തൂങ്ങുന്നതിന് വേണ്ടി ഇയാൾ നടത്തുന്ന വൃത്തികെട്ട കളികളാണ് ഈ കളികൾ. പക്ഷേ ഈ കളിയൊക്കെ തന്നെ അയാളെ വീണ്ടും വീണ്ടും പാർട്ടി അണികളുടെ മുമ്പിൽ ഒറ്റപ്പെടുത്തുകയുള്ളൂ എന്നുള്ളത് അയാൾക്ക് മനസ്സിലായിട്ടില്ല. അയാൾക്കത് മനസ്സിലാകത്തുമില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇയാൾ ഇനി എത്ര മുണ്ട് മടക്കി കുത്തിയാലും ചിലപ്പോൾ മുണ്ടുരിഞ്ഞാൽ പോലും ഇയാളെ കേരളത്തിലെ പാർട്ടി അണികളും കേരളത്തിലെ ജനങ്ങളും വെച്ച് പൊറുപ്പിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കിയാൽ ഇയാൾക്ക് കൊള്ളാം. ഈ കേരളത്തിലെ പരിസ്ഥിതി തകർച്ചയെ ഉണ്ടാക്കുന്ന ഈ പണി മുഴുവൻ ചെയ്തിട്ട് പോയത് ഇയാളാണ്. അതെ അതെ, യഥാർത്ഥത്തിൽ UDFന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഈ പരിസ്ഥിതി മാത്രമല്ല, ഈ കേരളയിൽ അങ്ങനെയുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ വേറെ. അതുപോലെ മദ്യത്തിന്റെ കേസിൽ അയാൾ നോക്കൂ, 2 മണിക്കൂർ പ്രവർത്തനാനുമതി അധികമായി ബാറുകൾക്ക് കൊടുത്തു, കോടികളാണ് അതിൽ കൂടി വാങ്ങിയത്. ചുമ്മാ എന്തായാലും ചെയ്തു കൊടുക്കില്ലല്ലോ. അങ്ങനെ എല്ലാ മേഖലകളിലും കിട്ടാവുന്നതെല്ലാം വാങ്ങി നിക്കറിന്റെ പോക്കറ്റ് ഇട്ടുകൊണ്ടാണ് പുള്ളിക്കാരെ അറിയുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് കേരളത്തിനെ രക്ഷിക്കാനുള്ള ചുമതലയും ഉത്തരവാദിത്വവും ബാധ്യതയും UDFന്റെ നേതൃത്വത്തിലുള്ള സതീശൻ സർക്കാരിനാണ്. അവരത് ചെയ്താൽ അവർക്ക് നല്ലത്. അല്ലെങ്കിൽ 10 വർഷം പാർട്ടിയും 10 വർഷം അധികാരവും കൈ കൊണ്ടുനടന്ന പിണറായി വിജയനെ തൂക്കിയെടുത്ത് തറയിലടിക്കാൻ കേരളത്തിലെ ജനതയ്ക്ക് കഴിയുമെങ്കിൽ ഈ VD സതീശൻ എന്ന് പറയുന്ന ഈ നിലപാടിൻ്റെ രാജകുമാരനെ ഒന്നും തൂക്കി തറയിലടിക്കാൻ അധികം സമയം വേണ്ടി വരില്ല എന്ന് VD സതീശനും മനസ്സിലാക്കുക. പരിസ്ഥിതി തകർച്ചയിൽ നിന്ന് കേരളത്തിലെ ജനങ്ങളെ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം അതിഭീകരമായിരിക്കും എന്ന് സതീശൻ മനസ്സിലാക്കുക. അതുകൊണ്ട് സതീശൻ എന്ന് പറഞ്ഞ കേരള മുഖ്യമന്ത്രി ഇനിയെങ്കിലും ഈ ക്ലാസ് എടുപ്പ് പരിപാടിയും ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നറിയാം. അതായത് ഇയാൾ നിയമസഭയിലൊക്കെ ചെന്ന് വലിയ ഗ്വാഗ്വാവിളിയും വലിയ പ്രസംഗവും നടത്തുമ്പോൾ ഇത് ഏതാണ്ട് വലിയ വിപ്ലവമാണെന്നാണ് ഈ രാഷ്ട്രീയം അറിയാൻ പാടില്ലാത്ത ആളുകളും കുറേ മാധ്യമ പ്രവർത്തകരും വിചാരിക്കുന്നത്. കാരണം നിയമസഭ കിടന്ന് തുള്ളി വെച്ചാൽ നിയമസഭ കിടന്നുള്ള തുള്ളിച്ചാറിലല്ല രാഷ്ട്രീയം. അത് മനസ്സിലാക്കിയാൽ അയാൾക്ക് കൊള്ളാം. ഇപ്പോൾ ആളുകൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾ 2 മാസമായല്ലോ അധികാരത്തിൽ വന്നിട്ട്, ഇനി അവരെ ചൂണ്ടി അവർ കുറ്റം ചെയ്തു എന്ന് പറയാതെ അവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ പിടിക്കാനുള്ള പണി നോക്കും നിങ്ങൾ.
അതെ, ഒരു വിഷയത്തിലുണ്ടായില്ല. കശുവണ്ടി അഴിമതി കേസ്, ശബരിമല സ്വർണ്ണക്കൊള്ള, ഇതിലൊന്നും ഒരു നടപടികളും ഉണ്ടായിട്ടില്ലെന്നേ. അപ്പോൾ അതുകൊണ്ട് അയാളിപ്പോൾ കാശ് മുടക്കുകയാണോ മുടക്കാനാണെന്ന് എനിക്കറിയത്തില്ല. ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കുറേ ചെറുപ്പക്കാർ, പിള്ളേരും കുറേ മാധ്യമപ്രവർത്തകരും ഒക്കെ ഇയാളുടെ പ്രസംഗമൊക്കെ കണ്ടിട്ട് തുള്ളിച്ചാടുന്നുണ്ട്. ഇതുകൊണ്ടൊന്നും ജനങ്ങൾക്ക് യാതൊരു കാര്യവുമില്ല. അതൊക്കെ ജനങ്ങൾക്ക് യാതൊരു കാര്യവുമില്ല. ഇതൊന്നും നിലനിൽക്കത്തുമില്ല. അതുകൊണ്ട് അഴിമതിക്കെതിരായിട്ടാണ് വന്നതെങ്കിൽ അഴിമതി പിടിക്കാനുള്ള പണി നടത്തണം. അഴിമതിക്കാർക്കൊപ്പം നിന്നുകൊണ്ട് അഴിമതിക്കെതിരായിട്ടുള്ള പണി നടത്താൻ നോക്കരുത്. പരിസ്ഥിതി തകർച്ചയ്ക്കെതിരായിട്ട് വർത്തമാനം പറഞ്ഞാണ് വന്നതെങ്കിൽ പരിസ്ഥിതി തകർച്ചയും ഇല്ലാതാക്കാനുള്ള പണി നിങ്ങൾ നോക്കണം. അതിനുള്ള ശ്രമമൊന്നും കാണുന്നില്ല. അത് കാണാതിരുന്നാൽ ഇവർ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആത്യന്തികമായി മനസ്സിലാക്കേണ്ടത് ജനമാണ് യജമാനൻ എന്ന് വി.ഡി. സതീശനൊക്കെ മനസ്സിലാക്കിയാൽ നല്ലത്. ജനം നാളെ ഈ പിണറായി വിജയൻ്റെ ദേഹത്ത് നിന്ന് നൃത്തം ചവിട്ടിയ പോലെ സതീശൻ്റെ ദേഹത്ത് നിന്ന് നൃത്തം ചവിട്ടാതിരിക്കട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ നമ്മളൊക്കെ തന്നെ ഒരുപാട് ജീവൻ പണയം വെച്ച് സമരം ചെയ്ത് കൊണ്ടുവന്നൊരു സർക്കാരാണ് ഈ സർക്കാർ. അതിൻ്റെ തലപ്പത്തേക്ക് സതീശൻ വന്നു എന്നേ ഉള്ളൂ. ഈ സർക്കാരിൻ്റെ ഉടമാവകാശികളെന്ന് പറഞ്ഞാൽ സതീശൻ മാത്രമല്ല, നമ്മളെല്ലാവരും അതിൻ്റെ ഉടമാവകാശികളാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഉടമാവകാശത്തിലുള്ള ഒരു സ്ഥാപനത്തിൻ്റെ മുകളിലിരുന്നുകൊണ്ട് തനിക്ക് തോന്നിയ പോലെ തോന്നിയവാസം കാണിക്കാം എന്ന് ഒരു ഭരണാധികാരി വിചാരിച്ചാൽ അതേത് ഭരണാധികാരിയായാലും അയാളുടെ സ്ഥാനം ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലായിരിക്കും എന്നുള്ളത് അവർ മനസ്സിലാക്കും എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാവൂ. തീർച്ചയായും മുന്നും പിന്നും നോക്കാതെയുള്ള വികസനം എന്ന പേരിൽ നടത്തുന്ന കുറേ പൊറാട്ട് നാടകങ്ങളും അതിലൂടെ നേടിയെടുക്കാൻ ശ്രമിക്കുന്ന കോടികളുമൊക്കെയാണ് ഈ പാവങ്ങളുടെ ജീവൻ ഇല്ലാതാക്കിയത് എന്ന് പറയേണ്ടി വരും. അത് മാത്രമല്ല ഒരു സമാധാനമുണ്ട്. എന്തായാലും മന്ത്രിമാർക്കും വലിയ രാഷ്ട്രീയ നേതാക്കൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഒന്നും സംഭവിച്ചില്ല. സംഭവിച്ചതെല്ലാം സാധാരണക്കാരനാണ്. ജീവൻ നഷ്ടപ്പെട്ടതും ജീവിതം നഷ്ടപ്പെട്ടതും എല്ലാം സാധാരണക്കാരനാണ്. മേപ്പാടിയിലും ചൂരൽമലയിലും അങ്ങനെ തന്നെ, ഇപ്പോൾ കള്ളാടിയിലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും ഷാജൻ സാർ പറഞ്ഞതുപോലെ പിണറായി വിജയനെ തൂക്കിയെടുത്ത് പുറത്തെറിയാൻ കഴിയുന്ന ജനമാണെങ്കിൽ, ജനം 2 മാസമായി ഈ UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളും, തോട്ടൻ്റെ അഴിമതി കേസ്, ശബരിമല സ്വർണ്ണക്കൊള്ള, അങ്ങനെ ഒരു കാര്യത്തിലും ഒരു നടപടിയും എടുക്കാതെ പഴയ സർക്കാരിൻ്റെ ഒരു സമാന്തര സർക്കാർ പോലെയാണ് ഇപ്പോൾ സർക്കാർ പോകുന്നത് എന്ന് നിരാശയോടുകൂടി പറയാതെ വയ്യ. പക്ഷേ ഇനിയും വരും തെരഞ്ഞെടുപ്പ്. ലോകം ഇന്ന് അവസാനിക്കുന്നില്ല, അതോർത്താൻ നല്ലത്.